തെറ്റായ പ്രവണത അംഗീകരിക്കുകയും ചെയ്യില്ല, വളർച്ചയ്ക്ക് ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യും. തെറ്റി ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നം വരുമ്പോൾ ഗവൺമെന്റ് സഹായിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യും. ഇതാണ് പൊതുവായിട്ട് പറയാനുള്ള കാര്യം. പിന്നെ ശൈലജ ടീച്ചർക്കെതിരായിട്ട് വന്ന സൈബർ ആക്രമണം, അശ്ലീല ആക്രമണമാണ് യഥാർത്ഥം നടക്കുന്നത്. വടകര നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ബഹുദൂരം മുന്നിലാണെന്ന് മനസ്സിലാക്കിയിട്ട് അവസാനം വന്ന UDF സ്ഥാനാർത്ഥിയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും ചേർന്നാണ്. രാഷ്ട്രീയം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നല്ല രാഷ്ട്രീയമുള്ള മണ്ഡലം തന്നെയാണ് വടകര. അതുകൊണ്ട് അശ്ലീലം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു വിജയം നേടാൻ സാധിക്കുമെന്നുള്ള തെറ്റായ പ്രതീക്ഷയിലാണ് അവർ ഈ വർക്ക് നടത്തിയിട്ടുള്ളത്. അതിനെതിരായി ഇപ്പോഴും ടീച്ചർ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട്, പരാതി. ആ പരാതി പരിഹരിക്കണം. കേട്ടുകേൾവിയില്ലാത്ത രീതിയിലാണ് മോഫ് ചെയ്ത ശൈലജ ടീച്ചറുടെ ഫോട്ടോ കുടുംബ ഗ്രൂപ്പുകളിലേക്ക് തന്നെ അയച്ചു കൊടുത്തു. വളരെ അപമാനകരമായ കാര്യമാണ്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള കൃത്യമായ അന്വേഷണം നടത്തി ആവശ്യമായ നിലപാട് സ്വീകരിക്കണമെന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. UDF ആണ് പിന്നെ ആരാ? അതിന് ഗുണഭോക്താവാരാണെന്നല്ലേ നോക്കേണ്ടത്. അതിന് വേറെ സൂക്ഷ്മ വേറെ നിങ്ങൾ പരിശോധിക്കാനുണ്ടോ? ശൈലജ ടീച്ചർക്കെതിരായിട്ട് ഇതുപോലുള്ള മോഫ് ചെയ്ത പടം ഉൾപ്പെടെ ചേർത്ത് കുടുംബ ഗ്രൂപ്പിൽ ഉൾപ്പെടെ അയച്ചു കൊടുക്കുന്നതിന്റെ പിന്നിലാരാണ്? നമുക്കറിയാലോ ഇവർക്കെല്ലാമുള്ള ബന്ധം. കള്ള രേഖയുണ്ടാക്കുന്നതിൽ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇവരെല്ലാം അന്ന് പങ്കുവഹിച്ചിട്ടുള്ളവരാണ്. ആ ടീമിനെയാണ് ഉപയോഗിക്കുന്നത് വടകര. അവരുപയോഗിച്ചുകൊണ്ടാണ് ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തെറ്റായ രീതിയിലുള്ള ഒരു പ്രവണതയാണ് കേരളത്തിൽ. അതെല്ലാം ശൈലജ ടീച്ചർക്ക് അനുകൂലമായ ഘടകമായിട്ട് മാറുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഇതെല്ലാം വന്നതുകൊണ്ട് അവിടെ UDFന്റെ സ്ഥാനാർത്ഥിക്ക് വല്ല അനുകൂലമായ ഘടകവും വരുമെന്ന് ആരും തിരിച്ചറിയേണ്ടിയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ശൈലജ ടീച്ചർക്ക് അനുകൂലമായ സാഹചര്യം തന്നെയാണ് അവിടെ ഉള്ളത് എന്ന കാര്യം ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് കോൺഗ്രസിന്റെ പ്രചാരണ വേദികളിലും അതുപോലെ പോസ്റ്ററുകളിലൊക്കെ എഴുതുമണി പ്രവർത്തകർ വ്യാപകമായിട്ട് ആക്രമിച്ചിട്ടുണ്ട്. അത് എല്ലാ സ്ഥലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ ഒരു പ്രചരണായുധവും തകർക്കേണ്ട കാര്യമില്ല. ഞങ്ങളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബോർഡും കൊടിയും പല സ്ഥലത്തും തകർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പൊതുവെ അംഗീകരിക്കുന്നതല്ല. നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല. അംഗീകരിച്ച നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല. അതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്ന ഒരു സമീപനമല്ല. എതിരാളികളുടെ അല്ലെങ്കിൽ UDFന്റെ BJPയുടെ ഞങ്ങളെ കൊടിയും തോരണങ്ങളും ഒക്കെ തകർക്കുക എന്നുള്ളതൊന്നും ജനാധിപത്യപരമായ രീതിയല്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഒരുപാട് സ്വീകരണത്തിന് വേണ്ടി കെട്ടിയുണ്ടാക്കിയിട്ടുള്ള 4-5 ബോർഡും അതുപോലെ തന്നെ അതിന്റെ ഭാഗമായിട്ടുള്ള ഡെക്കറേറ്റ് ചെയ്ത കാര്യം മുഴുവൻ രാവിലെ നോക്കുമ്പോഴേക്ക് സാധനയിൽ നശിപ്പിച്ചത് മാത്രമേ അവിടെ ഇല്ല. അങ്ങനെയുള്ള നിരവധി പരാതികളുണ്ട്. പരാതികൾ അതിനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലത് മാധ്യമങ്ങൾ വളരെ സജീവമായിട്ട് എടുക്കുന്നു, മറ്റൊന്നും സജീവമായി എടുക്കുന്നില്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതാണ് അതിന്റെ അടിസ്ഥാനം.